കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലും അവിടുത്തെ നോർത്ത് ഈസ്റ്റ് മീഡിയയിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും വലിയൊരു ഡിസ്കഷനായി മാറി ഫ്രാങ്ക്ലിൻ ഗ്രഹാം, അതായത് ബില്ലി ഗ്രഹാമിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ വിസ നിഷേധിച്ചത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ഫർദർ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഞാൻ വീണ്ടും കൃത്യമായിട്ട് പറയാം, ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാമുമായിട്ടുള്ള ഇഷ്യൂ ഇന്ത്യ ഗവൺമെൻറ് സെറ്റിൽ ചെയ്തില്ല എങ്കിൽ അത് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അയാൾ വെറുതെ ഇരിക്കുന്നില്ല. കൃത്യമായിട്ട് അയാൾ വെറുതെ ഇരിക്കുന്നില്ല. കാരണം അയാളുടെ റൈറ്റ് ഹാൻഡ് മാനെ അവഹേളിച്ചു, ഇൻസൾട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബില്ലി ഗ്രഹാം അവരെന്താണ് ഇന്ത്യക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അമേരിക്കൻ മിഷണറീസ് ഇഷ്ടംപോലെ, നിങ്ങൾക്കറിയാം, ഇപ്പം ലോകത്തിപ്പം കാത്തലിക് മിനിസ്ട്രി ഉണ്ട്. അപ്പം അതിനേക്കാളിലും ഏറ്റവും കൂടുതൽ ഇന്ന് കറണ്ട് ഇന്നത്തെ ഒരു നിലയിൽ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനവാന്മാരെന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ ഫണ്ടിങ്, പിന്നീട് കൊറിയൻ ഫണ്ടിങ്, അതായത് സൗത്ത് കൊറിയൻ ഫണ്ടിങ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ബില്ലി ഗ്രഹാം ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതേപോലെ സംഘപരിവാർ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് അയാൾ നാഗാലാൻഡിൽ വന്ന് എല്ലാ ആൾക്കാരെയും കൺവേർട്ട് ചെയ്തു, അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വിസ ഡിനൈ ചെയ്തത്. അപ്പം നമുക്ക് യഥാർത്ഥ ചരിത്രം, ഇതൊക്കെ നിങ്ങൾ ഓരോ പാർട്ടികളും ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളത് കൺഫേമും റീകൺഫേമും ഡ്യൂ ഡെലിജൻസ് ആയിട്ടൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ പറയുന്ന പല സംഭവങ്ങളും ഗൂഗിളിലുണ്ട്, നിങ്ങൾക്കത് റീകൺഫേം ചെയ്യാം. ഞാൻ പല ഹിസ്റ്ററി വായിച്ചു, അതേപോലെ തന്നെ ബില്ലി ഗ്രഹാം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വായിച്ചു, അതേപോലെ ഇന്ത്യയിൽ മിഷണറീസ് ചെയ്ത പല മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബില്ലി ഗ്രഹാം ആകെ 3 പ്രാവശ്യമാണ് ഇന്ത്യ സന്ദർശിച്ചത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം 11ഓളം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ, അതായത് കാത്തലിക്സ് ആയിട്ടുള്ള പ്രസിഡന്റുമാരുണ്ട്, അവരുടെ പോലും സ്പിരിച്വൽ വൈറ്റ് ഹൗസ് അഡ്വൈസറാണ് ഈ പറയുന്ന ബില്ലി ഗ്രഹാം. അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നത് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി 2 പ്രാവശ്യം ഇലക്ഷന് മത്സരിച്ചപ്പോൾ റാലി നടത്തി. ഇവാഞ്ചലിക്കൽ ഏകദേശം 25% വോട്ട് ബാങ്ക് ഉണ്ട്. അവരുടെ വോട്ട് കറക്റ്റായിട്ട് ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും കൊടുക്കുവാൻ വേണ്ടി അരോഹാത്രം പാടുപെടുന്ന കൺസർവേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു ഇവാഞ്ചലിക്കൽ ലീഡറാണ് ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം. ഇനി കുറച്ച് ചരിത്രത്തിലോട്ട് പോവാം. ബില്ലി ഗ്രഹാം 1972 ഇന്ത്യ സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ 72 എന്ന് പറയുമ്പോൾ 71 ഇന്ത്യ പാകിസ്ഥാൻ വാർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ത്യ അമേരിക്കൻ ബന്ധം, അതായത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന നിക്സൺ, അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസറായിരുന്ന ഹെൻറി കിസിഞ്ചർ, ഇന്ത്യയുമായിട്ട് ഇപ്പോഴത്തെ മോദി ട്രംപ് അടിയല്ല, ഭയങ്കര അടിയായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ 71 വാർ വിജയിച്ചു. അമേരിക്ക ആ സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. അതായത് അമേരിക്കൻ യുദ്ധ കപ്പൽ ഇന്ത്യയിലോട്ട് വരുന്നു, അതായത് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ഷിപ്പ് ഇന്ത്യയിലോട്ട് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ഉടക്കുണ്ടായി. അവസാനം വാർ നിന്നു, ഇന്ത്യ ആ വാർ വിജയിച്ചു. പക്ഷേ നിക്സണും ഇന്ദിരാഗാന്ധിയും തമ്മിൽ അടി വളരെ രൂക്ഷമായി, അതിരൂക്ഷമായി. പക്ഷെ ഒരു കാര്യം ആ സമയത്ത് മനസ്സിലാക്കണം, ഇന്ത്യയിൽ ആ സമയത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനമൊന്നുമില്ല. അമേരിക്കയുമായിട്ടൊരു കരാറുണ്ട്, അതിൻ്റെ പേര് PL480 എന്നാണ്. അതായത് ലവ്, പീസ്, ഫുഡ്, അതൊക്കെ പല വാക്കുകൾ. അതിൻ്റെ സ്കീമിൻ്റെ പേര് PL450 എന്നാണ്. അതായത് അമേരിക്കൻ ഗ്രെയിൻസ്, അതായത് വീറ്റ് ഇന്ത്യയിൽ കൊടുക്കുന്നു, അതും ഏറ്റവും ചെറിയ റേറ്റിന് കൊടുക്കുന്നു. അതിൻ്റെ ട്രാൻസാക്ഷൻ പണമെന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയിലാണ് പോകുന്നത്. ഇതിങ്ങനെ കുന്നുകൂടി കഴിഞ്ഞപ്പോഴും ഈ വാറ് കഴിഞ്ഞപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാകരുത് എന്ന നിർബന്ധത്താൽ അമേരിക്ക ഈ പറയുന്ന വളരെ കുറഞ്ഞ റേറ്റിനുള്ള വീറ്റ് ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടേയിരുന്നു.
കാരണം അതിനെ ബാധിക്കരുത്. അതേപോലെ തന്നെ അമേരിക്ക പല സഹായങ്ങൾ ഇന്ത്യക്ക് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കാൺപൂർ IITയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, കാൺപൂർ IIT വൺ ഓഫ് ദി ബെസ്റ്റ് IIT ആണ് ഇന്ത്യയിൽ. അതിനുശേഷമാണ് മറ്റുള്ളതൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, ഏകദേശം 12ഓളം അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇത് ചവറ സംഭവങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി. ഇതിനൊക്കെ സഹായം അമേരിക്ക കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ സഹായത USAID ഉണ്ട്, അതിൻ്റെ അകത്ത് പലതും. പിന്നെ പല അവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മിഷന്റെ ഗ്ലോബലായിട്ടുള്ള ചാരിറ്റി ഫണ്ടുണ്ട്. അത് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം അങ്ങ് തലയ്ക്കകത്ത് അല്ലാതെ ഇന്ത്യയുടെ അന്ന് രണ്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടാണ് ഈ ഗോതമ്പ് വാങ്ങി, അത് അമേരിക്ക എന്താ ചെയ്ത് ആ കറൻസി ഇന്ത്യ തന്നെ വെച്ചു. കാരണം അവിടെ കൊണ്ടുപോയിട്ട് പ്രയോജനമൊന്നുമില്ല. അത് ഇന്ത്യൻ പട്ടാളക്കാർ, ഇന്ത്യൻ സെക്യൂരിറ്റി ഗാർഡ്, ഇന്ത്യൻ കറൻസിക്ക് കാവലും അമേരിക്കയുടെയാണ് സാധനം. ആ ഒരു സന്ദർഭത്തിലാണ്, വളരെ മോശമായ ബന്ധമുള്ള സമയത്താണ് ഈ പറയുന്ന ബില്ലി ഗ്രഹാം ഇന്ത്യയിൽ വരുന്നത്. അപ്പം ആ വരവാണ് ഗ്ലോബലായിട്ട് അത് വലിയ വാർത്തയായിട്ട് വന്നു. അപ്പം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ വിസിറ്റ് ചെയ്യണം. അത് ഡിപ്ലോമാറ്റിക് ആയത് നോൺ ഡിപ്ലോമാറ്റിക് വിസിറ്റ് ആയിരിക്കണം. ഇന്ദിരാഗാന്ധിയോട് സംസാരിക്കണം. ഒരു ബാക്ക്ഡോർ ഡിപ്ലോമാറ്റിക് ഓപ്പറേഷൻ അന്ന് തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ കാണുകയും ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന് അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റിയത്? ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. അന്ന് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടു, അമേരിക്ക ഇന്ത്യയിലോട്ട് ഒരു അംബാസഡറെ പുതിയതായിട്ട് അയക്കണം. അദ്ദേഹം ഇന്ത്യൻ എക്കോണമിയെ പറ്റിയും ഗ്ലോബൽ എക്കോണമിയെ പറ്റിയും പഠിച്ച ഒരാളായിരിക്കണം. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹത്തിന് അമേരിക്കൻ കോൺഗ്രസുമായിട്ടും പ്രസിഡന്റുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളായിരിക്കണം. അതായത് ഒരു ഇന്റലക്ച്വൽ ആയിരിക്കണം. അമേരിക്കൻ കോൺഗ്രസും അവിടെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കണം. ഇങ്ങനെയാണ് ഡാനിയൽ പാട്രിക് നോമാൻ അയാളെ ഇന്ത്യയിലോട്ട് അയക്കുന്നത്. ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ ഡിമാൻഡായിരുന്നു. അതനുസരിച്ചാണ് ബില്ലി ഗ്രഹാം ഇങ്ങനെ ഒരാളെ അയക്കുന്നത്. അപ്പം അതിനുശേഷം ഇയാൾ ഇന്ത്യയിൽ വരുന്നു. അതായത് ഡാനിയൽ പാട്രിക് ഇന്ത്യയിൽ വരുന്നു. അദ്ദേഹം ഇന്ദിരാഗാന്ധിയായിട്ട് കാരണം ഇന്ത്യയുടെ ഇത്രമാത്രം ഡെപ്റ്റ് ഇത്ര കൊടുക്കാനുണ്ട്, ഇന്ത്യൻ കറൻസി ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു, ഈ പണം ഇന്ത്യക്ക് ഇന്ത്യൻ കറൻസി തന്നെ ചെക്കായിട്ട് ഇന്ദിരാഗാന്ധിക്ക് അതിൻ്റെ വലിയൊരു ഭാഗം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏതാണ്ട് 3.44 ബില്യൺ അടുപ്പിച്ചാണ് അമേരിക്കൻ കറൻസി ട്രാൻസ്ലേറ്റ് ചെയ്ത്, ക്യാഷാണ്, ഇന്ത്യൻ കറൻസിയാണ്. എന്നിട്ടത് തിരിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഭാഗം എടുത്തിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കറൻസി തിരിച്ചു തരുമ്പോൾ ഈ പണം ഉപയോഗിച്ച് ഇന്ത്യയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഫണ്ട് ചെയ്യും. അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ആരോഗ്യരംഗത്ത് ഫണ്ട് ചെയ്യും. ഇന്ത്യയിലുള്ള പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും, അവരെ അമേരിക്കയിൽ കൊണ്ട് പഠിപ്പിക്കും. ഇതാണ് ഈ കരാറിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ, ഇന്ത്യയുമായി ഇന്ദിരാഗാന്ധി നിക്സണുമായിട്ടുള്ള പ്രശ്നം ഒതുക്കി തീർക്കുന്നതിൻ്റെ ബാക്ക്ഡോർ ടോക്സിൻ്റെ ആളായിരുന്നു ഈ ബില്ലി ഗ്രഹാം. കാരണം അയാളൊരു ഇവാഞ്ചലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ച് എന്ത് വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഘപരിവാർ പറയുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് പറയുന്നത്, നാഗാലാൻഡിൽ 1972 ബില്ലി ഗ്രഹാം കൊഹിമ കോൺഫറൻസിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷമാണ് നാഗാലാൻഡിൽ മുഴുവനും കൺവേർട്ടായത്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് തെറ്റായ സംഭവമാണ്. നാഗാലാൻഡിൽ ബേസിക്കിൽ ഏകദേശം 1880 ബാപ്റ്റിസ്റ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന മലയാളത്തിൽ പറയുന്ന വേർപാട് ബ്രദറൻ, അവരവിടെ അന്നേ മിഷണറി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 1956 58 ഒക്കെ ഈ നാഗാലാൻഡ് എന്ന് പറയുന്ന ഏകദേശം 85% അവിടെ ക്രിസ്ത്യാനികളായി. അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. മനുഷ്യരെ തിന്നുന്നത്
മനുഷ്യനെ സ്നേഹിക്കുന്നതിനാക്കി മാറ്റി. ഇതാണ് അതിൻ്റെ കാരണം അതിനെപ്പറ്റി ഗ്ലോബലായിട്ടുള്ള പല ആൾക്കാരും ഈ നാഗാലാൻഡിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു നാഗാലാൻഡ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു, അവരെ എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷൻസിൽ കൂടെ മാറ്റിയെടുത്തത്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, ഹെൽത്തിൻ്റെ കാര്യം കൊടുത്തു, ഈ സംഭവങ്ങളെല്ലാം മാറ്റിയെടുത്തു. അവിടെ പക്ഷേ അവരുടെ ചരിത്രത്തിൽ ആ സമയത്ത് ഏറ്റവും വലിയൊരു കൺവെൻഷൻ, അതായത് ഒരു സുവിശേഷ യോഗം നടത്തിയത് ഈ പറയുന്ന ബില്ലി ഗ്രഹാം വന്ന സമയത്താണ്. അന്ന് പറയുന്ന ഏകദേശം 1.5-2 ലക്ഷത്തോളം പേര് അന്ന് 1972 ഈ ബില്ലി ഗ്രഹാമിൻ്റെ ആ കൊഹിമയിൽ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. അന്ന് ഇന്ത്യയുടെ അത്രയും പേര് കൂടുന്നൊരു സംഭവം ആൾക്കാർ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് അതിന് ഗ്ലോബലായിട്ട് വലിയ പ്രാധാന്യം കിട്ടി. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്, നമ്മളിപ്പോൾ ഇന്ത്യയുമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന കടം മാറ്റം മാത്രമൊന്നുമല്ല. ഇപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്, ഡൽഹിയിലെ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവിടുന്ന് 16 കിലോമീറ്ററാണ് എയിംസിൻ്റെ ദൂരം. അതേപോലെ കാൺപൂർ IIT, അതേപോലെ തന്നെ ഗുജറാത്തിലെ മോദിയുടെ സംസ്ഥാനത്തുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. എയിംസിൻ്റെ കാര്യം എടുക്കാം. ഇത് സംഘപരിവാറുകാരനും ഈ തെറി പറയുന്നതിനൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ആരാണ് ഈ എയിംസ് ഉണ്ടാക്കിയത്? സനാതന ധർമ്മക്കാരനാണോ എയിംസ് ഉണ്ടാക്കിയത്? ഈ സനാതന ധർമ്മക്കാരാണോ കാൺപൂർ IIT ഉണ്ടാക്കിയത്? ഈ സനാതന ധർമ്മക്കാരാണോ ഈ പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് ഉണ്ടാക്കിയത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ടാക്കിയത്? ഈ സനാതന ധർമ്മക്കാരാണോ ഇന്ത്യയിലെ പട്ടിണി മാറ്റിയ, അതായത് കാർഷിക രംഗത്ത് പട്ടിണി മാറ്റിയ, ഇവിടുത്തെ വിളവുകൾ മാറ്റി ഇവിടുത്തെ പട്ടിണി മരണം മാറ്റിയത് ഈ സനാതന ധർമ്മക്കാരന്മാരാണോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ്. നോർമൻ ബോർലാഗ് എന്ന് പറഞ്ഞ അമേരിക്കൻ സയൻറ്റിസ്റ്റ്, കാരണം അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ട് അദ്ദേഹം ആദ്യം ഈ പട്ടിണി മാറ്റാൻ വേണ്ടി, അതായത് നല്ല ബ്രീഡുള്ള സംഭവങ്ങളും കൃഷി സംഭവം, അയാളൊരു സയൻറ്റിസ്റ്റായിരുന്നു. അയാളാണ് ഈ വിത്തുകൾ ഉണ്ടാക്കി എന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് 1965 ഇന്ത്യയിൽ വരുന്നു. ഈ സംഭവം പരീക്ഷണം നടത്തുന്നു. അദ്ദേഹത്തിന് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി കൊടുത്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം ഇന്ത്യയിൽ പട്ടിണി മരണമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇന്ത്യയുടെ വെതർ കണ്ടീഷൻ അനുസരിച്ച് പല സംഭവങ്ങളും നടക്കുന്നില്ല. കാരണം നമ്മുടെ ട്രോപ്പിക്കൽ വെതറാണ്, കാരണം ക്ലൈമറ്റ് അനുസരിച്ചാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിന് പറ്റിയ വിത്തുകൾ ഈ പറയുന്ന നോർമൻ ബോർലാഗ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അന്ന് നെഹ്റുവിന് വലിയ പ്രാധാന്യമില്ല, അദ്ദേഹം മാറിയ ശേഷമാണ് അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി, അതിനുശേഷം ഇന്ദിരാഗാന്ധി, ഇവരെല്ലാം കൂടെ പുറകെ നിന്ന് ഈ സംഭവം ഇയാളെ കൊണ്ട് നടത്തിയെടുപ്പിച്ചു. എന്നിട്ട് 18,000 ടൺ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത സീഡ് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് കൊണ്ടുവന്ന് ഇന്ത്യയിലുള്ള കർഷകർക്ക് മുഴുവനും ട്രെയിനിങ് കൊടുത്തതാണ് ഈ MS സ്വാമിനാഥൻ. അദ്ദേഹം അല്ല ഇന്ത്യയുടെ അഗ്രികൾച്ചർ റവല്യൂഷൻ്റെ പിതാവ്. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്ന് പറയുന്നത് സായിപ്പായ അമേരിക്കനായ നോർമൻ ബോർലാഗ്. അതിന് ഫണ്ട് കൊടുത്തത് ആരാണ്? അന്നിവിടെ ഫണ്ട് വണ്ടിയൊന്നും ഇല്ല. ഇവിടെ ഈ പറയുന്ന അമേരിക്കയിലുള്ള റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ കൊടുത്തു, മറ്റുള്ള ഫൗണ്ടേഷൻ കൊടുത്തു. ഇവരാണ് ഈ പണം വേണം, കാരണം ഇന്ത്യൻ കറൻസി എവിടെയും മാറത്തൊന്നുമില്ല. ഇത്രയും സാധനം ഇമ്പോർട്ട് ചെയ്യണം, അത് ചെയ്യണം, റിസർച്ച് ചെയ്യണം, ലാബ് ഉണ്ടാക്കണം, അതുണ്ടാക്കണം, കുന്തം ഉണ്ടാക്കണം, കുടച്ചക്രം ഉണ്ടാക്കണം, എന്നിട്ട് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചെടുക്കണം. ഇതിന് പണം ചെലവുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ്റെ സാധനം ഉണ്ടാക്കിയത്. അങ്ങനെയാണ്, അല്ലാതെ ഇവിടെ സനാതന ധർമ്മ വണ്ടിയൊന്നുമല്ല. പിന്നീട് മലയാളിയായ വർഗീസ് കുര്യൻ, അതായത് ഓപ്പറേഷൻ വൈറ്റ് ഫ്ലഡ് ഓപ്പറേഷൻ, അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയത്? അയാളും മിച്ചിഗന് ഇപ്പം അമേരിക്ക പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആ സംഭവങ്ങൾ ഇവിടെ മറ്റേ ഇന്ത്യൻ ബ്രീഡും അമേരിക്കൻ ബ്രീഡും വിദേശ ബ്രീഡും എല്ലാം കൂടെ ചേർത്ത് പശുക്കളെ ഉണ്ടാക്കി അതിന് ടെക്നോളജിയും പാസ്റ്ററൈസ് ചെയ്യാൻ അതും ഇതും കൂളിങ്ങും ചള്ളും ചവറും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതും മലയാളിയാണ് ചെയ്തത്. വിദേശമായ ഫണ്ടിങ്ങും സംഭവങ്ങളൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ ആദ്യം ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ടായിരുന്നു.
പിന്നീട് ഇത് വലിയ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ടെക്നോളജി ഈ മിഷനും എക്യുപ്മെൻസും ഒക്കെ അവിടുന്ന് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം. ഏറ്റവും ഇതായിട്ട് പറയാവുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഈ രാജ്കുമാർ അമൃത് കൗർ എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നുമുള്ള റോയൽ ഫാമിലിയിൽ ജനിച്ചു വളർന്നൊരു സ്ത്രീയാണ്, ചെറുപ്പക്കാരി. ബ്രിട്ടനിൽ പഠിക്കാൻ പോയ സമയത്ത്, കോളേജ് സമയത്ത് അവർ ക്രിസ്ത്യനായിട്ട് കൺവേർട്ടായി. ശ്രദ്ധിച്ചോണം, അവരൊരു ക്രിസ്ത്യൻ ബിലീവറാകുകയും ശരിക്കും അവർ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസിൽ ഗ്ലോബലായിട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഉണ്ടായി. അങ്ങനെ അവരെ തിരിച്ചു വരികയും ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പം ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്ന സമയത്ത് അവരാണ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ സ്ഥാപിക്കുന്നത്. അപ്പം ഇവിടെ ഈ പറയുന്ന ട്രെയിനിങ്ങും ലാബും സർജറി ഈ സാധനം ഏത് കുന്തോ ഇവിടെ ഉള്ളത്? അപ്പം ഇതിനകത്ത് പല രീതിയിലുള്ള റിസർച്ച് വേണം, ഇതിന് പണം വേണം. അവർക്കറിയാവുന്ന ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ന്യൂസിലാൻഡിലുള്ള ഒരാൾക്കാർ അതിന് ആദ്യത്തെ ഫണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റ് ഫണ്ട് ചെയ്തത് അമേരിക്കയിലുള്ള മറ്റൊരു മിഷൻ ഗ്രൂപ്പായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. അവരും കൂടെ ഫണ്ട് ചെയ്തിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ട്രെയിനിങ്, ഇവിടെയുള്ള പഠിക്കാനുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് അവിടെ ട്രെയിനിങ്, അങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കഥ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ ഒരു സനാതന ധർമ്മക്കാരനും അതിനകത്തൊരു കോപ്പം ചെയ്തിട്ടില്ല. അവർ ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് ഈ സാധനം. ഞാൻ അവരെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചരിത്രമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇതിൻ്റെ ബുക്സുകളും ആർട്ടിക്കിൾസും ഒക്കെ കൊണ്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ കാൺപൂർ IIT, നിങ്ങൾക്കറിയാം കാൺപൂർ IIT ആണ് ഇന്ത്യയിലെ ടോപ്പ് IIT എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ചേർന്ന് ഇതേപോലെയുള്ള അമേരിക്കയിലെ 10-11 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുമായിട്ട് സെറ്റ് ചെയ്ത് ഗവൺമെൻറ് ആ പ്രോഗ്രാമിൻ്റെ USAID ഭാഗമായിട്ട് ബിൽഡിങ്ങും പരിപാടിയും ഒക്കെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കും. ഇതിനകത്തും ഇതേപോലെ തന്നെ പല ഫൗണ്ടേഷൻസിന് പണം വേണം. ആൾക്കാരെ കൊണ്ടുവന്ന് അവിടുത്തെ പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്ന് സിലബസ് ഉണ്ടാക്കുന്നു, സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, അത് ലാബുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അതും ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏകദേശം എല്ലാം കൂടെ ചേർന്നൊരു 10-12 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഫണ്ടിങ്ങിലും അമേരിക്കൻ എക്സ്പെർട്ടൈസിലുമാണ് ഉണ്ടായത്. അപ്പം അതിനകത്ത് പല മിഷണറീസും, ക്രിസ്ത്യൻ മിഷണറീസും അതേപോലെ ബാപ്റ്റിസ്റ്റ് ആണെങ്കിലും മറ്റുള്ള മിഷണറീസും ഹ്യൂജായിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയിൽ പല മിഷണറിമാരും വന്നിട്ടുണ്ട്. അതിലൊന്ന് ഘടകമായിരുന്നു ഈ ബില്ലി ഗ്രഹാമാണെങ്കിലും അവരുടെ ഫൗണ്ടേഷൻ തന്നെ ഇന്ത്യയിൽ പലയിടത്തും ഫണ്ട് ചെയ്തിട്ടുണ്ട് പലതിനും. ഇപ്പം നമ്മൾ ഓരോന്നെടുക്കുവാണെങ്കിൽ ഓരോന്നിനെ പറ്റി പറയുവാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. നിങ്ങൾ പഞ്ചാബിൽ പോവുകയാണെങ്കിൽ നോർമാൻ ബോർലോഗ്, അതായത് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇതൊക്കെ പലയിടത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ പലയിടത്തും. ബില്ലി ഗ്രഹാമിൻ്റെ പേരിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ. അവിടെയൊക്കെ പല രീതിയിലുള്ള ചാരിറ്റിയും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഇവിടെ വരുമ്പോഴും ഇവരുടെ സംഭവമുണ്ട്, ഇവരുടെ സുവിശേഷമുണ്ട്, ഗോസ്പലുണ്ട്, അവർ പ്രസംഗിക്കാറുണ്ട്. അതാണ്. അല്ലാതെ അവരാരെയും ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാളെ പോലും കൺവേർട്ട് ചെയ്തിട്ടില്ല. പിന്നീട് മറ്റൊരു കാര്യം പറയാവുന്നത് ഈ ബാക്ക് ഡോർ ടോക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അത് പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങ് നിർത്താം. അന്ന് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചൊരു വഴിയുണ്ട്. അതായത് ബില്ലി ഗ്രഹാം ത്രൂ നിക്സണുമായിട്ട് ബന്ധമുണ്ടാക്കാൻ. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചെയ്യാവുന്ന നല്ലൊരു ബാക്ക് ഡോറായിരുന്നു ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം ത്രൂ വൈറ്റ് ഹൗസിൽ. കാരണം അയാളോട് സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ട്രംപ് ഇന്ത്യയെ പബ്ലിക്കലി ഈ പറയുന്ന പോലെ മോശമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അപ്പം അയാൾക്ക് അവിടെ വിസ നിഷേധിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇത് അമേരിക്കയുടെ ഇമോഷനാണ് ബില്ലി ഗ്രഹാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും, ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഉൾപ്പെടെയുള്ളവർ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ പല ഇമോഷൻസ് ഉണ്ട് ഇന്ത്യക്കാരുടെ.
അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇമോഷനാണ് ആ ഫാമിലി. കാരണം ആ ഫാമിലിയെ പറ്റി ആർക്കും സ്കാമായിട്ടോ സ്കാൻഡലായിട്ടോ ഒരു കാര്യവും പറയാനില്ല. അവർ ഇവാഞ്ചലിക്കലായിട്ട് ഗോസ്പൽ പറയുന്നവരാണ്. അത് അമേരിക്കയിൽ ഏകദേശം 11ഓളം പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കുടുംബവുമായിട്ടും ഇവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതായത് ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ ഇതേപോലെയുള്ള ഇൻസൾട്ട് ചെയ്തതിന് തീർച്ചയായിട്ടൊരു കാര്യം പറയാം, അമേരിക്ക ഈ കാര്യം വെറുതെ ഇരിക്കത്തില്ല. കാരണം അമേരിക്കയെ പറ്റി സ്റ്റഡി ചെയ്ത് നോക്കണം. അമേരിക്കൻ പ്രസിഡന്റുമാരെ പറ്റി പ്രത്യേകിച്ച് ട്രംപിനെ സ്റ്റഡി ചെയ്ത് നോക്കണം. അയാളുടെ റൈറ്റ് ഹാൻഡ് മാനിനെ ഇതേപോലെ ഇൻസൾട്ട് ചെയ്താൽ അയാൾ മോദിയെയും വെറുതെ വിടത്തില്ല. അതിനു മുമ്പ് ഇതിനൊരു ടോക്സിൽ കൂടെ പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ അവർക്ക് ആ ചാൻസ് കിട്ടിയാൽ അവരത് കളയത്തില്ല. മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റിനും ശത്രുക്കളാണ്. അതായത് ബന്ധം പഴയ പോലെ പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ സെന്റിമെന്റ്സ് ആണ്. അമേരിക്കയിൽ ജീവിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കും ഈ പറയുന്ന RSSനും സംഘപരിവാറിനും അവിടെ ഇനി ആ പറയുന്ന പോലെ സുഖമായിട്ടുള്ള കാര്യങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം അവർ ഈ കാര്യം ഒരു കാരണവശാലും വെറുതെ വിടില്ല. അതിനു മുമ്പ് ഇത് സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം.